തവക്കൽ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ കാണുന്നത് നമ്മുടെ മലക്കുളം ജംഗ്ഷനാണ്. മലക്കുളം എവിടെയാണെന്ന് ചോദിച്ചാൽ ആലത്തൂരിനടുത്താണ്. കോട്ടയക്കുളം, മലക്കുളം, തൃപ്പാളൂർ അങ്ങനെയൊക്കെ വരുന്ന ചെറിയ ചെറിയ ജംഗ്ഷനടുത്ത് വരുന്ന ഒരു ജംഗ്ഷനാണ് മലക്കുളം ജംഗ്ഷൻ. അപ്പോൾ ഈ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ ഉള്ളിലോട്ടായിട്ട് പഞ്ചായത്ത് ടാർ റോഡ് സൈഡിൽ തന്നെയായിട്ട് ഈ കാണുന്ന സേലം കൊച്ചി നാഷണൽ ഹൈവേ ഇരട്ടക്കുളം സിഗ്നലിൻ്റെ ഭാഗത്ത് നിന്നാവുമ്പോൾ ഒരു 5-6 കിലോമീറ്റർ, അതും പഞ്ചായത്ത് ടാർ റോഡ് സൈഡിലായിട്ട് 1 ഏക്കർ 15 സെൻറ്റ് തെങ്ങും പറമ്പ് തന്നെയാണ്, നാച്ചുറൽ പറമ്പ് തന്നെയാണ്, നിലമല്ല. ഏകദേശം ഒരു 40 മീറ്ററോളം പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് 1 ഏക്കർ 15 സെൻറ്റ് സ്ഥലവും 1300 സ്ക്വയർ ഫീറ്റ് കെട്ടി വാർത്ത് തേപ്പ് പണിയൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു വീട് ഉൾപ്പെടെ വെറും 68 ലക്ഷം രൂപയ്ക്ക് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഒരു 89ഓളം തെങ്ങുകളുണ്ട്. കായ്ക്കുന്ന തെങ്ങുകളാണ്. പക്ഷേ ഒരു 1.5 വർഷമായിട്ട് അതിൻ്റെ ഉടമസ്ഥന് ഇവിടെ സ്ഥലത്തില്ലാത്തതുകൊണ്ട് വലിയ നോട്ടമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേനൽക്കാലത്തൊക്കെ നനയ്ക്കുന്ന ഒരു നോട്ടക്കുറവുണ്ട്, നനയുടെ ഒരു നോട്ടക്കുറവുണ്ട്. ഇതിൽ മാവ്, പ്ലാവ്, കറുവാപ്പട്ട, തേക്കുകൾ, അങ്ങനെ മരങ്ങൾ, മറ്റുള്ള പടുമരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. റെക്റ്റാങ്കിളിലാണ് ഈ സ്ഥലം കിടക്കുന്നത്. 1 ഏക്കർ 15 സെൻറ്റ് സ്ഥലവും ദീർഘചതുരമായിട്ട്, ഞാൻ പറഞ്ഞല്ലോ, ഏകദേശം ഒരു 40 മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് ആയിട്ട് അങ്ങനെ നേരെ നിരപ്പായി കിടക്കുന്ന നല്ലൊരു ഭൂമി. പുതിയ വീടാണ്. വീട് ഇവർ സ്ഥലം വാങ്ങിയതിന് ശേഷം 2019 മറ്റോ ഒക്കെ ആയിട്ട് കെട്ടി വാർത്ത് തേപ്പ് പണിയൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു വീടാണ്. ഇതിലിനി ബാക്കി പണികൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വയറിങ്, പ്ലംബിങ്, ടൈലിൻ്റെ വർക്കുകൾ, അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട് കേട്ടോ. കിഴക്കോട്ടാണ് വീടിൻ്റെ ദർശനം വരുന്നത്. കണ്ടോ, മുറ്റത്ത് നല്ലൊരു കറുവാപ്പട്ടയുടെ മരമൊക്കെ ഉണ്ട്. അത് പാമ്പ് പുറ്റൊന്നുമല്ല, ഉറുമ്പ് കൂട് കൂട്ടിയതാണ്. അപ്പോൾ ഇവിടേക്ക് ഇതിൻ്റെ ഉടമസ്ഥർ വരാത്തത് കൊണ്ടാണ് ഈ പറമ്പ് ഇങ്ങനെ ഒരു ചെറിയൊരു അലങ്കോലമായി കിടക്കുന്നത്. എന്നാൽ ഇതിനോട് ചേർന്ന് കിടക്കുന്ന, തൊട്ടപ്പുറേ കിടക്കുന്ന ഒരാളുടെ പ്രോപ്പർട്ടിയിലാണെങ്കിൽ അത് ഇതേ പ്രായത്തിലുള്ള തെങ്ങുകളും ഇതുപോലത്തെ പറമ്പ് തന്നെയാണ് അതും. പക്ഷേ അത് നല്ലതുപോലെ അതിൻ്റെ ഉടമസ്ഥർ വരാറും നോട്ടവും ഒക്കെ ഉള്ളത് കൊണ്ട് അത് കുറച്ചിരി വൃത്തിയായി കിടക്കുന്നു. അപ്പോൾ ഈ പറമ്പിൽ ഇനിയും കുറേ ഭാഗത്ത് തെങ്ങോ കവുങ്ങോ അല്ലെങ്കിൽ മറ്റു ജാതിയോ നമുക്ക് എന്തും ആദായം കിട്ടുന്ന എന്തും വെച്ച് പിടിപ്പിക്കാനുള്ള ഇഷ്ടംപോലെ സ്ഥലവും ബാക്കി കിടക്കുന്നുണ്ട്. അപ്പോൾ ഉടമസ്ഥൻ ചോദിച്ചിരിക്കുന്ന മൊത്ത വിലയാണ് 1 ഏക്കർ 15 സെൻറ്റ് സ്ഥലത്തിന് 68 ലക്ഷം രൂപ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതെന്തേലൊക്കെ ചെറിയ രീതിക്ക് വിലയിൽ അഡ്ജസ്റ്റ് ഉണ്ടാവും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ സ്ക്രീനിൽ കൊടുത്ത ഈ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം. നാഷണൽ ഹൈവേ ഇരട്ടക്കുളം സിഗ്നലിൻ്റെ ഭാഗത്തേക്ക് ഞാൻ പറഞ്ഞു ഒരു 5-6 കിലോമീറ്ററാണ് ദൂരം. അതുപോലെ ആലത്തൂർ ടൗണിലേക്ക് ഒരു 5-6 കിലോമീറ്റർ ദൂരം വരുന്നുണ്ട്. മെയിൻ ബസ് റൂട്ടിലേക്കാണെങ്കിൽ ഒരു 1.5-2 കിലോമീറ്റർ താഴെയാണ് ദൂരപരിധികൾ. ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ വണ്ടികൾക്കും വന്ന് ഈ കോമ്പൗണ്ടിലേക്ക് എത്താനുള്ള സൗകര്യമുണ്ട്. ഇതിൽ ഏതാണ്ടോ ഈ കരിങ്കല്ല്, തമിഴ്നാട്ടിൽ നിന്ന് കരിങ്കല്ല് കൊണ്ടുവന്നിട്ട് അവിടെ ആ മുറ്റത്ത് പതിച്ചതാണ്. അതിങ്ങനെ നടന്ന് ഇവിടെ പുറകിലേക്ക് ഇവിടെ ഒരു വാട്ടർ ടാങ്കും ഒരു സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടേക്ക് വരാൻ പാകത്തിന് അങ്ങനെ കല്ലൊക്കെ പതിച്ച് വൃത്തിയാക്കിയിട്ടുള്ളതാണ്. അതൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഈ കുറ്റിക്കാട് പിടിച്ച് കിടക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ഭംഗി നമുക്ക് നേരിൽ വന്ന് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ ഈ 10-40 മീറ്ററോളം ഫ്രണ്ട് വശം ഷീറ്റ് വെച്ചിട്ടാണ് അവർ കോമ്പൗണ്ട് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനോട് ചേർന്ന് കിടക്കുന്ന പ്രോപ്പർട്ടി അതൊന്ന് കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ അകത്തുകൂടെ നമുക്ക് അതിൻ്റെ കോമ്പൗണ്ട് സൈഡിൽ കൂടെ നമുക്ക് ഈ പറമ്പിൻ്റെ ഏറ്റവും പുറകു വശം വരയ്ക്കും പോകാം. കാരണം അവിടെ ഈ കുറ്റിക്കാട് ഉള്ളത് കാരണം ഇഴജന്തുക്കളിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നമുണ്ടോ എന്നുള്ളൊരു പേടിയുണ്ട്. ഇപ്പറയുള്ള പ്രോപ്പർട്ടിക്ക് അകത്ത് ചെന്നിട്ട് ആ പുറകുവശമൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നാളികേരത്തിനൊക്കെ നല്ലതുപോലെ വിലയുള്ളൊരു സമയമാണ്. അപ്പോൾ പറമ്പൊന്ന് പരിപാലിച്ച് വരികയാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ ആദായം കിട്ടും. ഇതിപ്പോൾ ഇത് വന്ന് നനയ്ക്കാനോ അല്ലെങ്കിൽ ഈ പറമ്പൊന്ന് നോക്കാനോ ഒന്നും ആളില്ലാത്തത് കൊണ്ടാണ് ഇത് ഇവർ കൊടുക്കാനുള്ള ഒരു കാരണം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇതിങ്ങനെ വെറുതെ ചുമ്മാ കിടക്കുന്നതിട്ട് ഒരു കാര്യമില്ലല്ലോ, ആർക്കെങ്കിലും കൊടുത്തേക്കാന്നുള്ളൊരു കാര്യം കൊണ്ടാണിത് വിൽക്കാനിട്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഇതിനോട് ചേർന്ന് കിടക്കുന്ന ഒരാളുടെ പ്രോപ്പർട്ടിയുടെ കോമ്പൗണ്ടാണ് കേട്ടോ. അവർ ഈ നെറ്റ് വെച്ചിട്ടാണ് ഇത് കോമ്പൗണ്ട് തിരിച്ചിരിക്കുന്നത്. നല്ലതുപോലെ GI പൈപ്പൊക്കെ ഇട്ട് അതിൽ ടാറ്റയുടെ നെറ്റൊക്കെ വെച്ച് വെൽഡ് ചെയ്ത് പിടിപ്പിച്ച് നല്ല ഉറപ്പോടുകൂടെ. അപ്പോൾ അതിൻ്റെ സൈഡിലൂടെയാണ് ഞാൻ പോകുന്നത്. ഇത് അങ്ങനെ അറ്റം വരെയും നല്ല നിരപ്പായി കിടക്കുന്ന പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇത് നമുക്ക് നല്ലൊരു ഫാമൊക്കെ തുടങ്ങാൻ പറ്റും. കാരണം ഇഷ്ടം പോലെ ജലലഭ്യതയുള്ളൊരു ഭാഗമാണ്. ഇതിലിപ്പോൾ നിലവിൽ ബോർവെൽ കണക്ഷൻ ഉണ്ട്. ഇതിനോട് ചേർന്ന് കിടക്കുന്ന പറമ്പിലാണെങ്കിലും ബോർവെൽ കണക്ഷനും അതിനോട് ചേർന്നൊരു കുളമൊക്കെ ഉണ്ട്. അപ്പോൾ വെള്ളത്തിന് ഒരു തരത്തിലും ക്ഷാമമില്ല. നമുക്ക് ഇനിയൊരു കിണർ കുഴിക്കുവാണെങ്കിലോ അല്ലെങ്കിൽ
ഒന്നോ രണ്ടോ ബോർവെല്ലും കൂടെ അടിച്ച് നമുക്കൊരു ഫാം സെറ്റപ്പൊക്കെ തുടങ്ങുന്നതിന്, കാരണം വണ്ടികൾക്കൊക്കെ വരാനുള്ള സൗകര്യമുണ്ട്, നല്ല നിരപ്പായി കിടക്കണം, പുൽകൃഷി ചെയ്യാനും അങ്ങനെ എന്തിനും പറ്റും. താമസയോഗ്യമായൊരു വീടാണ്. അത്യാവശ്യം അതിലുള്ള ടൈലിൻ്റെ പണിയും വയറിങ്ങും പ്ലംബിങ്ങും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് താമസയോഗ്യമാക്കി എടുക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായും കണ്ട് ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം ഞങ്ങളുടെ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം. പാലക്കാട്ടേക്ക് ഇവിടെ നിന്നും ഏകദേശം ഒരു 25 കിലോമീറ്റർ ദൂരവും തൃശ്ശൂർക്കാണെങ്കിൽ ഒരു 35-40 കിലോമീറ്ററിനടുത്താണ് ദൂരം വരുന്നത് കേട്ടോ. അപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷനുകളൊക്കെ ഇവിടെ തന്നെയാണ് നമുക്ക് വരുന്നത്, ഈ പറമ്പിൻ്റെ അവിടെ നിന്നും. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസ് എന്നുള്ള രീതിക്കൊക്കെ വാങ്ങിയിടുവാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിപ്പോൾ വാങ്ങി ഇതിൻ്റെ സൈഡിലൂടെ ഒരു 4 മീറ്റർ വഴിയിട്ടിട്ട് പുറകിൽ നിന്നൊക്കെ ഇങ്ങനെ പ്ലോട്ടാക്കി മുറിച്ച് വിൽക്കാനും അതിനും കൂടെ പറ്റുന്ന ഒരു ഏരിയയിലാണ് ഈ പറമ്പുള്ളത്. ഈ പറമ്പിൻ്റെ ഏറ്റവും പുറകുവശത്തൊക്കെ നിറയെ വീടുകളുണ്ട്, അതുപോലെ മുൻവശത്ത് വീടുകളുണ്ട്, ഈ പറമ്പിലേക്ക് വരുന്ന വഴികളിലൊക്കെയും വീടുകളുണ്ട്. അങ്ങനെ ഒരു ഒറ്റപ്പെട്ട ഭാഗമല്ല. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഒരു കോഴി ഫാം തുടങ്ങണമെങ്കിലും ഈ 1 ഏക്കർ സ്ഥലത്ത് 1 ഏക്കർ 15 സെൻറ്റ് സ്ഥലത്തിൽ അതിനും പറ്റും. വേറെ തടസ്സങ്ങളൊന്നുമില്ല. വെള്ളത്തിനൊരു തരത്തിലും ക്ഷാമമില്ലാത്തൊരു ഭാഗമാണ്. വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുക, മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കണ്ടോ, ഞാൻ അവിടെ നിന്ന് നടന്ന് നേരെ ഈ പറമ്പിൻ്റെ ഏകദേശം പുറകുവശത്തേക്ക് എത്താറായി. അപ്പോൾ ഇത് മുഴുവനും നിരന്ന് കിടക്കുന്ന ഭൂമിയാണ്. പാറയോ അല്ലെങ്കിൽ വലിയ കുണ്ടോ കുഴിയോ അങ്ങനെയുള്ള ഒന്നുമില്ല. നല്ല നിരപ്പ് സ്ഥലം. കണ്ടോ, പുറകിലൊക്കെ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടുകളാട്ടോ ആ വീടുകളൊക്കെ. അതിൻ്റെ അടുത്തൊക്കെ വേറെ അപ്പുറമൊക്കെ വീടുകളുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, തൊട്ടടുത്ത് കിടക്കുന്ന പറമ്പ് അവർ പിന്നെ വൃത്തി പോലെ പരിപാലിക്കുന്നത് കൊണ്ട് പറമ്പൊക്കെ നല്ല ചുവന്നുള്ള മണ്ണാണ്. അപ്പോൾ എന്ത് വിട്ടാൽ പെട്ടെന്ന് പച്ച പിടിക്കുന്ന ഒരു മണ്ണ് കൂടെയാണ്. അതിലേക്ക് വരുന്ന വഴികൾ കണ്ടോ, ഇതുപോലത്തെ വഴികളിൽ കൂടെ, ഈ വഴി ഇതുപോലത്തെ വീതിയാണ് നമുക്ക് വണ്ടികൾക്കൊക്കെ വരാനുള്ള വഴി സൗകര്യമുള്ളത്. ടിപ്പർ ലോറി പോലത്തെ വണ്ടികളൊക്കെ സുഖമായി വരും. എന്തായാലും വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ വരുന്നതുവരെ ബൈ.